ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിൽ വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുക കൂടിയില്ല അവിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണവും ദാഹവും ചൂടും ഒക്കെ മാറും ഈ ഒരു ഡ്രിങ്ക് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം ഞാനിവിടെ ഒരു 12 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. അത് പാലിലോ വെള്ളത്തിലോ വേണമെങ്കിൽ കുതിർത്ത് വെക്കാം. ഞാനിവിടെ പാലിലാണ് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഈത്തപ്പഴം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 12 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അവിലാണ്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണ് ഉള്ളത് അത് എടുക്കുക. ഈ ഒരു അവിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് അവിലിട്ട് കൊടുക്കുക. അതിൻ്റെ തീ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ അവിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അവിൽ പെട്ടെന്ന് തന്നെ പാകമായി കിട്ടും. അപ്പോൾ നമ്മൾ പാകമായോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അവിൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. നല്ല മിനുസത്തിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം ഒഴിച്ചു കൊടുക്കുക. ഈത്തപ്പഴം പാലും കൂടിയിട്ടുള്ള ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പം നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഈത്തപ്പഴം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന പാൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒന്നിച്ച് പാലൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് 2 ബാച്ചായിട്ട് പാലൊഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈത്തപ്പഴത്തിൻ്റെ തൊലിയോ അവിലിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ അരിച്ചെടുത്തപ്പം ഇതിൽ തൊലിയും തരികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണുത്ത വെള്ളം 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാലും വെള്ളമൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മധുരം മിൽക്ക് മെയ്ഡോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിസ്തയുടെ എസൻസ് ആണ്. ഞാനിവിടെ ടൈഗറിൻ്റെ പിസ്ത എസൻസ് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എസൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഈ ഒരു എസൻസ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ പിസ്തയൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു നോമ്പ് കാലത്ത് ക്ഷീണവും ദാഹവും ചൂടും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.